പ്രൈമറി സ്കൂൾ അധ്യാപകരെല്ലാം ലീവ് എടുത്ത് പോവുകയാണ്, അല്ലെങ്കിൽ അവർ ഒളിവിലാണ്. അവരാരും ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ മെനു വന്നു. ശിവൻകുട്ടി സാറിന് തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ, എല്ലാവർക്കും ചിക്കൻ ബിരിയാണി കൊടുക്കും, കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് കൊടുക്കും, പിന്നെ അതുപോലെ പിന്നെന്താണ് കൊടുക്കാൻ പോകുന്നത്, പിന്നെ വേറെ കുറേ കാര്യങ്ങൾ കൊടുക്കും, പിന്നെ മുട്ട കൊടുക്കും, പാല് കൊടുക്കും. കേട്ടാൽ തോന്നും ഇത് വളരെ മനോഹരമാണെന്ന്. പക്ഷേ LPS കുട്ടികൾക്ക് ഒരു 6 രൂപ ചില്ലറ പൈസയും UPS കുട്ടികൾക്ക് 10 രൂപയാണ് കൊടുക്കുന്നത്. 10 രൂപ കൊടുത്താൽ വട കിട്ടും, 6 രൂപ കൊടുത്താൽ ഇതും കിട്ടത്തില്ല, പകുതി വട കിട്ടും. ആ പൈസ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ സാറന്മാരും ടീച്ചർമാരും പ്രാഥമിക അധ്യാപകർ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ HM എങ്ങനെയാണ് ഈ മെനു ഉണ്ടാക്കുക? അപ്പോൾ പറയുന്ന ന്യായം പഞ്ചായത്ത് രാജ് സ്ഥാപനം കൊടുക്കുന്നതാണ്. അതെങ്ങനെയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിന് ബഡ്ജറ്റ് വർഷം കഴിഞ്ഞാൽ, ബഡ്ജറ്റ് സമയം കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ പറ്റുക? അപ്പോൾ ബഡ്ജറ്റിന് മുമ്പ്, അപ്പോൾ ഇത് തട്ടിപ്പാണ്. ബഡ്ജറ്റിന് മുമ്പ് ഇത് പ്രഖ്യാപിക്കണം. മാർച്ചിൽ വരുന്ന ബഡ്ജറ്റിന് മുമ്പ് ഇത് പ്രഖ്യാപിച്ചാൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് കുറച്ച് പൈസ മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അത് വയ്ക്കാൻ പറ്റത്തില്ല ഇപ്പോൾ, കാരണം അപ്പോൾ ഇതൊരു ഉടായ്പാണ്. സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുമ്പോൾ ഇതൊരു ഉടായ്പാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ PTA കണ്ടെത്തണമെന്നാണ്. PTAക്ക് ഇതിനകത്ത് എവിടെ നിന്നാണ് പൈസ? അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും PTAക്ക് പൈസയില്ല. അപ്പോൾ PTAക്ക് പൈസയില്ല. അടുത്ത വരാൻ പോണ മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്നാണ്. മൂന്നാർ പോലുള്ള നാമമാത്രമായ ചില പഞ്ചായത്തുകൾക്കാണ് തനത് ഫണ്ടിൽ കുറച്ച് പൈസയുള്ളത്. ബാക്കിയുള്ളവർക്ക് അവർക്ക് നിത്യനിദാന ചിലവുകൾ ചെയ്യാൻ അവരുടെ ടാക്സും പൈസയും കൊണ്ട് അവർക്ക് കഴിയുന്നില്ല. അപ്പോഴാണ് അവരോട് വീണ്ടും കൂനിന്മേൽ കുരുപോലെ അവരോട് പറയാം. അപ്പോൾ പഞ്ചായത്തുകാർ കൈയൊഴിഞ്ഞു, അവർക്ക് പ്ലാനിൽ വയ്ക്കാൻ പറ്റിയിട്ടില്ല, ബഡ്ജറ്റിലില്ല, അവർ കൈയൊഴിഞ്ഞു, PTA കൈയൊഴിഞ്ഞു, എല്ലാവരും കൈയൊഴിഞ്ഞു. നമ്മളൊരു പണ്ട് കാലത്തെ പറയുന്നൊരു മുദ്രാവാക്യമുണ്ട്, ശിവൻകുട്ടി സാറേ, ആശ കൊടുത്താലും ആന കൊടുക്കാത്താലും ആശ കൊടുക്കാമെന്ന് പറയരുത്. ആശ കൊടുക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷെ പറയരുത്, പറഞ്ഞാൽ കൊടുക്കണം. എന്തായാലും പുതിയ മെനു ആഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ സാറന്മാരെന്ത് ചെയ്യും? ഇനി അവർ കോഴി പിടിക്കാൻ പോകുമോ? അപ്പുറത്തെ വീട്ടിലെ അയൽവക്കത്തെ വീട്ടിലേക്ക് കോഴി അവർ മോഷ്ടിച്ചുകൊണ്ട് വന്നാലേ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കോഴി ആദ്യം കൊണ്ടുപോകണം, പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി കോഴി മോഷ്ടിച്ചുകൊണ്ട് വന്നാലേ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ അതിനൊരുപാട് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. അപ്പോൾ ടീച്ചർമാരെല്ലാം ഇനിയിപ്പോൾ ഈ പോകുന്ന പോക്കിലും വഴിയിലും ഒക്കെ നിൽക്കുന്ന മുരിങ്ങയില, മുരിങ്ങ, അതുപോലെ കരിവേപ്പില, മല്ലിയില, പിന്നെ അതുപോലെ തക്കാളി, അതുകൊണ്ട് വീട്ടുകാർ ജാഗ്രത. ടീച്ചർമാർ വരികയാണെങ്കിൽ സുഖം ചോദിച്ചങ്ങ് വിടുക. 1 മിനിറ്റ് പോലും ടീച്ചറോട് സംസാരിക്കരുത്. സംസാരിച്ചാൽ ടീച്ചർമാർ അടുത്ത് ചോദിക്കുന്നത് ഇവിടെ ഏതെങ്കിലും പച്ചക്കറി ഉണ്ടോ, തരുമോ, ദാനം തരുമോ എന്ന് ചോദിക്കും. അത് ടീച്ചർമാർ അതുപോലെ പകലാണ് അവർ, ടീച്ചർമാർക്ക് രാത്രി ഇറങ്ങാൻ പറ്റില്ല, സ്ത്രീകളാണ്. അതുകൊണ്ട് അവർ പകൽ സുരക്ഷിതത്വമൊക്കെ നോക്കിയിട്ട് പകൽ പറമ്പുകളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും പുരുഷന്മാർ രാത്രി ഇനിയിപ്പോൾ വീട്ടിൽ കിടക്കാൻ സാധ്യതയില്ല. എല്ലാവരും ഈ കോഴിപിടുത്ത പരിപാടികളുമായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കൊടുക്കണമല്ലോ. അതുകൊണ്ട് അധ്യാപകരുടെ മണ്ടയിലാണ് ഈ സമ്മർദ്ദം എല്ലാം കൂടെ വച്ചിരിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ തന്നെ സംസ്ഥാന പ്രസിഡന്റ് KPSTA സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ സുനിൽകുമാർ KPPHSA ഭാഗത്തു നിന്നും കൃത്യമായി എതിർപ്പ് വന്നിട്ടുണ്ട്. ഒരു സുനിൽകുമാർ ജനറൽ സെക്രട്ടറിയും അബ്ദുൽ മജീദ് സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പ് വന്നിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്ക് മെനു കൊള്ളാം, അടിപൊളി, പക്ഷെ കൊടുക്കുന്നതാരാ? ആർക്കറിയാം? ആരോട് ചോദിക്കാനാണ്? സിസ്റ്റമില്ലാത്തൊരു സംസ്ഥാനത്ത് ഏത് സിസ്റ്റത്തിനോട് ആരോട് എന്ത് ചോദിച്ചിട്ടാണ് എന്ത് മനസ്സിലാക്കാനാണ്?